എൻ്റെ ഒരു 10ാം ക്ലാസ്സാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നത്. പഠിക്കാനുള്ള കഴിവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പഠനത്തിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. ഇന്റർ ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര റിസൾട്ടിനെ കുറിച്ച് ഭയങ്കര വറീഡായിരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ACCൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് പേപ്പർ വൈസ് ക്വാളിഫൈ ചെയ്യാം. വൺസ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ പിന്നെ CA ആയാലും ACC ആയാലും വർക്ക് ചെയ്യുന്ന സ്പേസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നത് അത്രയും നന്നായിട്ട് പോകുന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സാധാരണ നോക്കുമ്പോൾ ബ്രെയിൻ പറയുമ്പോൾ ആവറേജ് ബ്രെയിൻ, ബിലോ ആവറേജ്, എബോ ആവറേജ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നടക്കും എന്തായാലും. ഗ്രാജുവേഷനൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴേക്ക് അവർക്ക് നല്ലൊരു എംപ്ലോയ്മെൻറ്റ് ഫേസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഏട്ടൻ അനിയൻ CMA ഇന്ത്യ, CMA US. യെസ്, ഞാനിപ്പോൾ ആരെയാണ് ആദ്യം ഇന്റർവ്യൂ കണ്ടത്? അബ്ദുആയിക്കോട്ടെ ഏതായാലും. ഏട്ടനല്ലേ മൂത്തത്, ഇക്കാക്കല്ലേ മൂത്തത്, ഇക്കാക്ക് ആയിക്കോട്ടെ. എന്തായാലും എൻ്റെ ഒരു സമയത്തിന് ഇപ്പൊ ഒരു പരിമിതി ഉണ്ട്. നീ എന്തായാലും ആദ്യം ഇന്റർവ്യൂ ചെയ്യും. അങ്ങനെയാണെ അങ്ങനെ. എടാ ഷയാസ് വിളിച്ചിരുന്നു മറ്റേ ഇന്റർവ്യൂവിന്റെ പരിപാടിക്ക്. നിന്റെ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഇന്റർവ്യൂ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ക്ലാസ് എടുക്കുന്ന പോലെ ഒന്നല്ല, കുറച്ച് പണിയുണ്ട്. എങ്ങനെ അല്ല, ഞാനും ഉണ്ടായിരുന്നു ഇന്റർവ്യൂക്ക്. ഇത്ര പ്രശ്നമൊന്നുമില്ല, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. സാറ് വാ. ഹലോ എവറിവൺ, വെൽക്കം ടു ട്രിപ്പിൾ ഐ കോഫി കോൺവെർസേഷൻസ് വിത്ത് ആൻ എക്സ്പേർട്ട്. നമ്മുടെ ട്രിപ്പിൾ ഐയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചില കുട്ടികളുടെ ഫോട്ടോസ് കാണും. അവർ റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നേടിയതുകൊണ്ട്, റാങ്ക്സ് ഒക്കെ നേടിയതുകൊണ്ട് നമ്മളവരെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ACCയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ അവർ ഏത് പേപ്പറിലാണോ റാങ്ക് നേടിയത് അത് പഠിപ്പിക്കുന്ന അധ്യാപകനെ നമ്മൾ ആ പോസ്റ്ററിൽ കൊടുക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഒരുപാട് വിദ്യാർത്ഥികളുടെ കൂടെ എപ്പോഴും കാണുന്ന മുഖങ്ങളിലൊന്ന് നമ്മുടെ ഒരു ഫാക്കൽറ്റിയുടെയാണ്. അദ്ദേഹമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഏതൊരു പോസ്റ്ററിൽ റാങ്കുകളുടെ വാലിബൻ എന്നൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് CMA മുഹമ്മദ് സാറാണ്. നമുക്ക് സാറിനെ വെൽക്കം ചെയ്യാം. ആൻഡ് ലെറ്റ്സ് ഇൻ്റർവ്യൂ CMA മുഹമ്മദ് സാർ. വെൽക്കം. താങ്ക് യു. അപ്പോൾ എൻ്റെ ചോദ്യം എങ്ങനെയാണ്, ഒരു CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ മുമ്പിലിരിക്കുമ്പോൾ ആദ്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ CMA എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയ എപ്പോഴാണ് സാറിന് മൈൻഡിലേക്ക് വരുന്നത് ചോദിക്കാനുള്ള ഒരു കാരണം, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് +2 കഴിഞ്ഞാൽ CMA, CA, ACC ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള അവയർനെസ് കൂടുതലാണ്. പക്ഷേ സാറിന് ഒരുപാട് പ്രായമായിട്ടുള്ള എനിക്കറിയാം, എന്നാലും ആ ഒരു ടൈമിൽ ഇങ്ങനൊരു കോഴ്സ് എങ്ങനെയാണ് മൈൻഡിലേക്ക് വന്നത്? ഞാൻ ശരിക്കും ഈ കോഴ്സിലേക്ക് എത്തിയത് ഒട്ടും ഒരു പ്രതീക്ഷിക്കാതെ എത്തിയ ഒരാളാണ്. എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ പുവറായിരുന്നു. എന്ന് പറയുമ്പോൾ ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിട്ടാണ്. എൻ്റെ ഒരു 10ാം ക്ലാസ്സാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നത്. എത്രയാണ് ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും? ഇല്ല, ഞാൻ പലപ്പോഴും കുട്ടികളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വെറും 59.5% മാർക്കിലാണ് ഞാൻ 10th പാസ്സായത്. പിന്നെ +2 എത്തിയപ്പോൾ കുറച്ചും കൂടി ബെറ്ററായി, ഒരു 74.5% ആയി. ദെൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. BBA ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ BBA ഡിഗ്രി ചെയ്തു. ആ ഡിഗ്രിക്ക് വീണ്ടും ഞാൻ ബെറ്ററായി വന്നു, 75%. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെ മുന്നിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ സിദ്ദീഖ്, ഖാദർ എന്ന് പറഞ്ഞിട്ട് 2 ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതിൽ സിദ്ദീഖാണ് നമ്മളോട് ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് പറയുന്നത്, ഇത്തരം കോഴ്സിനെ കുറിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 3 പേരും തീരുമാനിച്ചു ഈ ഒരു കോഴ്സ് ചെയ്യാം. അന്നാണ് ആദ്യമായിട്ട് ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ കുട്ടികൾ പേടിക്കുന്നത് പോലെ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. ഇനീഷ്യലി ജോയിൻ ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ആ കോഴ്സിലേക്ക് ഇറങ്ങിയ പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ പിന്നെ രാവും പകലൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. കാരണം എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ, ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ പോയപ്പോൾ ഞാൻ കണ്ടത് ഉച്ചയ്ക്ക് ഇരുന്ന് കുറേ കുട്ടികൾ പഠിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇരുന്ന് സ്റ്റഡി ലീവിന് പഠിക്കുന്ന കാണുന്നത്. അല്ലാത്ത നമ്മളെ സംബന്ധിച്ച് എക്സാമിൻ്റെ തലേന്ന് ഒപ്പിച്ച് പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇരിക്കുന്നൊക്കെ എനിക്ക് അത്ഭുതമായപ്പോൾ ഞാൻ അന്ന് അവിടുന്ന് ഒരു സാറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റൂല. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം, നീ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഉച്ചയെന്നുണ്ടാവില്ല, രാവിലെ എന്നുണ്ടാവില്ല, നിങ്ങൾ അങ്ങോട്ട് പഠിച്ചോളൂ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റഡി ലീവിനൊക്കെ നമ്മൾ 2 മാസമൊക്കെ സന്യാസിയെ പോലെയൊക്കെ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായി. പക്ഷെ സാറേ ഞാൻ ചോദിക്കുന്നതേ, ഇപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങിക്കോളും എന്ന് പറഞ്ഞു.
പക്ഷേ എത്ര വലിയ അറ്റ്മോസ്ഫിയറിൽ എത്തിയാലും പഠിക്കാത്ത ആൾക്കാരും എല്ലാ മേഖലയിലും എന്നുള്ള പോലെ ഇവിടെ ഉണ്ടാവും. പക്ഷെ അപ്പം എന്തെങ്കിലും ഒരു ഫയർ ഉണ്ടാവില്ല നമുക്ക്, ലൈക്ക് ഇതിങ്ങനെ പോയാൽ പോരാ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടം കുറച്ച് സീരിയസ് ആവണം എന്നുള്ള ഒരു മൊമെന്റ് അങ്ങനെ? ഉറപ്പായിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ ഫാമിലിയിൽ മൂത്ത ആൺകുട്ടിയാണ് ഞാൻ. എനിക്ക് 2 എൽഡർ സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അനിയൻ അബ്ദുള്ള സാറിനെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് വാപ്പാനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ആണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഞാൻ സെക്യൂർഡ് ആയാൽ ഉപ്പാക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഏജ് കൂടുന്ന ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ ഏജ് കൂടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുക. കാരണം ഇതിൽ ഓരോ അറ്റംപ്റ്റിന് 6 മാസം നമുക്ക് വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ എല്ലാ അറ്റംപ്റ്റും ബോത്ത് തന്നെ എക്സാം എഴുതിയിരുന്നത്. കാരണം ഒരു അറ്റംപ്റ്റിൽ പോലും വൈകിയാൽ 6 മന്ത്സ് നഷ്ടം. അപ്പോൾ ഒന്ന് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം വാപ്പയാണ് നമ്മളെല്ലാവരും പോറ്റിയിരുന്നത്. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാറാന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഓക്കെ. ഇപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോൾ 10th അല്ലെങ്കിൽ +2 ഒക്കെയുള്ള ആ ഒരു മാർക്കിൻ്റെ കാര്യം. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവില്ല. അത് 2 ഓപ്ഷൻ പറയാം. അപ്പോൾ ഒന്ന്, നമുക്ക് പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, പഠിച്ചില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ് ഇല്ല. അപ്പോൾ ഇതിലേതായിരുന്നു സത്യത്തിൽ? പഠിക്കാനുള്ള കഴിവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പഠനത്തിൻ്റെ ഒരു ആവശ്യം തോന്നിയില്ല. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് തോന്നിയത്. കാരണം എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന അധികം ആൾക്കാരും ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരാണ്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റും 10th ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടൊരു കച്ചവടം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് +2 പഠിക്കേണ്ട ഒരു ആവശ്യകത ഇതൊക്കെ ഉപ്പയാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ +2 എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. +2 പഠിക്കുമ്പം തന്നെ ഞാൻ എൻ്റെ അമ്മാവൻ്റെ ഷോപ്പിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യും. ഹാഫ് ഡേ, ഞാൻ ഒരു പാരലൽ കോളേജിലാണ് +2 പഠിച്ചിരുന്നത്. അപ്പോൾ ഹാഫ് ഡേ ക്ലാസ്, ഹാഫ് ഡേ ഷോപ്പിൽ പോയിട്ടിരിക്കും. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഞാൻ ഷോപ്പിൽ നിന്നിട്ട് തന്നെ പഠിച്ചിരുന്നത്. ഡിഗ്രിക്കും ഹാഫ് ഡേ ക്ലാസ് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മുതൽ ബിസിനസ്സിനോടൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ്റെ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ട്, MBA-കാരൊക്കെ കാണുന്നത്. അപ്പോൾ അവരൊക്കെ വെൽ സെറ്റിൽഡായിട്ട് കണ്ടപ്പോൾ എനിക്കും തോന്നി കുറച്ച് പഠിച്ചാൽ നന്നായിരിക്കും. അങ്ങനെയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് MBA എടുക്കാനാണ് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ കോളേജിലെ 2 ഫ്രണ്ട്സ് ഉണ്ട്, സജീർ, സുധീഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 3 പേരും ഡിഗ്രീൻ്റെ ഫൈനൽ ഇയറിന് MBA-നെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു. നമ്മൾ UK പോയിട്ട് പഠിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട് UK-യിലേക്ക് വിടാനുള്ള സാധ്യത തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ സജീർ അത്യാവശ്യം ഫൈനാൻഷ്യലൊക്കെ സെറ്റിൽഡായിരുന്നു, പക്ഷേ ഞാനില്ല. അതേപോലെ തന്നെ സുധീഷിൻ്റെ അന്നത്തെ ഒരു സാഹചര്യം വളരെ ബാക്ക്വേർഡായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആദ്യം UK പോയിട്ട് MBA ചെയ്തതും ഇപ്പോൾ UK-യിൽ സെറ്റിൽഡ് ആയതും സുധീഷാണ്. സജീറും ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ UK-യിലെത്തി. ഇപ്പം ഞാൻ മാത്രമേ എത്താനുള്ളൂ. ഓക്കെ. അപ്പോൾ എനിക്കിപ്പോൾ സുധീഷിൻ്റെ ഒക്കെ കാര്യത്തിൽ എപ്പോഴും ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ എത്തും എന്നുള്ളതാണ്. നമ്മുടെ 3 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും പോസിബിലിറ്റി കുറവുള്ള ഒരാളാണ് സുധീഷ് ഉണ്ടായിരുന്നത്. കുറച്ച് മാസങ്ങൾക്ക്, മാസമല്ല തോന്നുന്നു, 1 മാസം മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ സാറ് വിയറ്റ്നാമിലൊക്കെയാണ്. സാർ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണോ? ഞാൻ മുമ്പേ യാത്രകൾ അത്യാവശ്യം ചെയ്യാറുണ്ട്. എന്തായാലും അധികം ഞാൻ ഔട്ട് സ്റ്റേഷൻ അധിക രാജ്യങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ല. എന്നാലും യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അത് ചെറിയ യാത്രയായാലും വലിയ യാത്രയായാലും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വർഷവും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെയാണ് എപ്പോഴും മൈൻഡിൽ സെറ്റ് ചെയ്യാറ്. ചില വർഷങ്ങളിൽ നടക്കാറില്ല, ചില വർഷം നടക്കാറുണ്ട്. ഓക്കെ സാറേ, ഇപ്പം എഗെയിൻ പാസ്റ്റിൽ ഇപ്പോൾ പറഞ്ഞ 10th കിട്ടിയ മാർക്ക്, +2 കിട്ടിയ മാർക്ക്, സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ, പാരൻസൊക്കെ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ചരിത്രം വെച്ചിട്ട് ഇതിങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ CMA എന്ന് പറഞ്ഞൊരു കോഴ്സ് നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ക്രാക്ക്. അപ്പോൾ സാർ അത് ക്വാളിഫൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ ഡെഫിനറ്റ്ലി. ഇതിന് മുൻപുള്ളത് ഒക്കെ വേറെ ഹിസ്റ്ററി, ഇനി ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ ഒരു ചേഞ്ച് വരുന്നത്. ആ CMA ക്വാളിഫൈ ആയി ആ റിസൾട്ട് വരുന്ന ഒരു മൊമെന്റ് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരോടും ചോദിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ, ആ വിക്ടറിയുടെ കഥ. അതൊന്ന് പറയും. ഇപ്പോൾ CMA ഫൈനൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ ഇന്റർ ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര റിസൾട്ടിനെ കുറിച്ച് ഭയങ്കര വറീഡായിരുന്ന ഒരു സിറ്റുവേഷൻ. കാരണം നമ്മൾ 3 പേരും എൻ്റെ നാട്ടിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ നിന്നിട്ട് റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിൽ സിദ്ദീഖ് റിസൾട്ട് നോക്കി അവൻ ക്വാളിഫൈ ചെയ്തു, ഖാദർ റിസൾട്ട് നോക്കി അവനും ക്വാളിഫൈ ചെയ്തു, പിന്നെ ഞാൻ മാത്രം ഫെയിലായാലൊരു അവസ്ഥ ഉണ്ടല്ലോ. പക്ഷേങ്കിൽ ആ റിസൾട്ടിൽ ഞാനും ക്വാളിഫൈ ചെയ്തു. ദെൻ ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ ലോകത്തേ അല്ല, അത്രയും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. കാരണം നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു കരിയർ ബിൽഡ് ചെയ്യാം, നല്ലൊരു ജോബിലേക്ക് എത്താം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ പാരൻസൊക്കെ ഭയങ്കര എന്താ പറയുക പ്രൗഡാകുന്നൊരു മൊമെൻ്റ് ആണല്ലോ നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്.
ഇങ്ങനെ പിന്നെ നാട്ടിലും എല്ലായിടത്തൊക്കെ നമുക്കൊരു ഒരു റെക്കഗ്നീഷൻ കിട്ടുകയാണ്. അതുവരെ നമ്മളെ അധികം അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം. യെസ്. ആൻഡ് CMA ക്വാളിഫൈ ചെയ്തതിനു ശേഷം സാറിൻ്റെ ഒരു പ്രൊഫഷണൽ ജേണി എങ്ങനെയായിരുന്നു? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ക്വാളിഫൈ ചെയ്ത ഉടനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഖത്തറിലേക്കാണ് പോയത്. ഖത്തറിൽ പോയി കുറച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പോയി ഉടനെ തന്നെ ഒരു ജോബ് കിട്ടിയിരുന്നു. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി നാട്ടിൽ നിൽക്കാനുള്ള താല്പര്യം ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പുറത്തു പോയാൽ നല്ല സ്കോപ്പ് എന്ന് കുറേ ആൾക്കാർ പറയുമ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റിലും പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നി. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷേ ഞാൻ തിരിച്ചു വന്നു. പിന്നെ നാട്ടിലെത്തിയതിന് ശേഷമാണ് ടീച്ചിങ്ങും അതേപോലെ തന്നെ കണ്ണൂർ തന്നെ ഒരു ഓഫീസും സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായി. പിന്നെ പ്രാക്ടീസ്, ഇനീഷ്യലി പ്രാക്ടീസ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിരുന്നു. ഇപ്പം പ്രാക്ടീസ് ഫോക്കസ് കുറവാണ്. ഇപ്പം മെജോറിറ്റിയും ക്ലാസ്സസ് തന്നെയാണ് എടുക്കുന്നത്. മനസ്സിലായി. ഈ ഒരു ടെർമിനോളജി പറഞ്ഞതുകൊണ്ട് ഇപ്പം ഇത് കാണുന്ന കുറച്ചെങ്കിലും വിദ്യാർത്ഥികൾ CMA എടുക്കാൻ ആഗ്രഹിച്ചിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പം സാർ ഇപ്പോൾ ഒരു പ്രാക്ടീസ് എന്നുള്ള ടെർമിനോളജി ഉപയോഗിച്ചല്ലോ. അപ്പം ഈ വീഡിയോ ഇപ്പോൾ CMA പഠിച്ചുകൊണ്ടിരിക്കുന്നവരും കാണുന്നുണ്ടാവും, ചിലപ്പോൾ ഇനി പേഴ്സ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഒരു CMA ക്വാളിഫൈഡ് ആവുന്ന ആളെ കാത്തിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ പ്രാക്ടീസ് അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെ പറയുന്നത്, അതൊന്ന് ഷോർട്ടായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്യും. അല്ല, നമുക്ക് ഈ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ CMA ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, ACC ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, എല്ലാ ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും നമുക്ക് മെയിനായിട്ട് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് എംപ്ലോയ്മെൻറ്റിന് പോവുക, മറ്റൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതുകൂടാതെ ഇപ്പോൾ നമ്മളെ പോലെ ടീച്ചിങ്, അത് എംപ്ലോയ്മെൻ്റായിട്ടും ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ജോബും നമ്മളെ സമയം തുറന്നു കിടക്കുകയാണ്. ഇതിൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരു ഓഫീസ് ഇടാം, ബാക്കി നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ട് ക്ലയൻസിൻ്റെ വർക്ക് വരേണ്ടതാണ്. ഇപ്പം നമ്മളൊക്കെ ഓഫീസ് ഇട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വർക്ക് കിട്ടുമോ, ആൾക്കാർ വരുമോ. ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ കുറേ വർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറേ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടല്ലോ, എനിക്ക് ആകെ കിട്ടിയത് എൻ്റെ ഒരു പിന്നെ മൂത്താപ്പാൻ്റെ ഒരു വർക്ക് മാത്രമാണ് തുടക്കത്തിൽ കിട്ടിയിരുന്നത്. പക്ഷേങ്കിൽ എന്നെ മുൻപ് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു, ഒരു കോട്ടയത്തുള്ള സാറ്. ആ സാറ് എനിക്ക് കുറേ വർക്ക് അവിടെയുള്ള ഒരു ടാക്സ് പ്രാക്ടീഷണർ ത്രൂ തന്നിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓഫീസൊക്കെ ഒന്ന് ബ്രേക്ക് ഈവൺ ആയിരുന്നു. നമ്മൾ ഇരുന്ന സമയത്ത് തന്നെ നമ്മളതിനു വേണ്ടി ഫോക്കസ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഈവണൊക്കെ ആക്കാൻ പറ്റി. പിന്നെ ടീച്ചിങ്, ഞാൻ പൊതുവെ എനിക്ക് ഇരുന്ന് വർക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ടീച്ചിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. ഇനീഷ്യലി ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ ഫാസിലുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസം അവൻ ക്ലാസ് എടുക്കും, 3 ദിവസം ഞാൻ ക്ലാസ് എടുക്കും, ബാക്കിയുള്ള ദിവസം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫീസിലിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവനിക്ക് മനസ്സിലായത് അവനക്ക് ടീച്ചിങ് ഓക്കെ അല്ല എന്നുള്ളത്. എനിക്ക് മനസ്സിലായി എനിക്ക് ഓഫീസും അധികം ഓക്കെ അല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ടീച്ചിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, അവൻ ഓഫീസിലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ട്രിപ്ലൈയിലായാലും ഇപ്പോൾ സാറ് ഇത്രയും നേരം നമ്മൾ CMA കുറിച്ച് പറഞ്ഞു. അപ്പം CMA പോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇനീഷ്യലി സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇപ്പോൾ റാങ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ACCAയിൽ നമുക്ക് ഒരുപാട് റാങ്ക് ജനറേറ്റ് ആവാറുണ്ട്. പല റാങ്കുകളിലും ആ പേപ്പറിൽ കുട്ടിയുടെ ഫോട്ടോൻ്റെ ഒപ്പം സാറിൻ്റെ ഫോട്ടോ ഉണ്ടാവാറുണ്ട്. അപ്പം സാർ ACCA ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ ഈ ACCA എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചും അപ്പോൾ കുട്ടികൾക്ക് അറിയാൻ നല്ല താല്പര്യമുള്ളൊരു സമയം കൂടിയാണത്. അപ്പം ACCA കുറിച്ചൊന്ന് ബ്രീഫായിട്ട് എന്താണ് ACCA, അത് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതൊന്ന് വളരെ ബ്രീഫായിട്ട് പറയാം. ACCA എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് റോയൽ ചാർട്ടറിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ്, ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ. അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന പോലെ അവിടെ ഈ ഒരു UK ബേസ്ഡ് ബോഡിയാണ് ACCA എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കൂടുതൽ ആൾക്കാരും ഔട്ട്സൈഡ് ഇന്ത്യയൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ ഇന്ത്യൻ കോഴ്സിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് സിസ്റ്റം കാരണമാണ് ഇന്ത്യൻ കോഴ്സ് പൊതുവെ ടഫാവുന്നത്. അപ്പോൾ ACCA എന്നുള്ളൊരു കോഴ്സ് നമ്മൾ നോക്കുമ്പോൾ അവിടെ പേപ്പർ വൈസ് പാസ്സാവുക എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ശരിക്കും ആ കോഴ്സിനെ കൂടുതൽ അട്രാക്റ്റഡ് ആക്കുന്നത്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, എന്നാൽ ചില ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു പുറത്തു പോകുന്ന ഒരാളെ സംബന്ധിച്ച് അധികം ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ഫെയിലായാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പേപ്പർ ഫെയിലായാൽ വീണ്ടും എല്ലാ പേപ്പർ എഴുതേണ്ട ഒരു സിറ്റുവേഷനൊക്കെ പേടിച്ചിട്ടാണ് ആൾക്കാർ ACCA പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ACCAൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് പേപ്പർ വൈസ് ക്വാളിഫൈ ചെയ്യാം. വൺസ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ പിന്നെ CA ആയാലും ACCA ആയാലും വർക്ക് ചെയ്യുന്ന സ്പേസ് സെയിമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ACCA ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഔട്ട്സൈഡ് രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
മറ്റൊന്ന് എംപ്ലോയ്മെൻറ്റ് സൈഡ് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാ കമ്പനീസും CA പോലെ തന്നെ പരിഗണിക്കുന്ന ഒരു കോഴ്സാണ് ACCA. അത് ചില കമ്പനീസ് ഔട്ട്സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ACCSന് കൂടുതൽ പ്രിഫറൻസ് കിട്ടാറുണ്ട്. കാരണം അവർ പഠിക്കുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ UK ടാക്സേഷനും ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ അവരെ പ്രിഫർ ചെയ്യുന്നത് കൂടാറുണ്ട്. സോ ഇതൊരു ബോണസാണ്. കാരണം സാധാരണ നമ്മളൊരു ഫാക്കൽറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ച് മാത്രമേ ചോദിക്കാറുള്ളത്. ഇപ്പോൾ ACC ആയി CMA ആയി ഏതൊരാളും ഒരു അച്ചീവ്മെൻറ്റ് നേടുന്നുണ്ടെങ്കിൽ മിക്കവാറും അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിൽ നമ്മളെ ഒന്ന് വഴിതിരിച്ചു വിട്ട ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരാറുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ പെട്ടെന്ന് ഓർക്കുമ്പോൾ അതൊരു സെൽഫ് മെയ്ഡ് ആയിട്ടാണ് സാറ് ഈ ഒരു അച്ചീവ്മെന്റ് എത്തിയത്? അല്ല, ഇപ്പൊ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വഴിതിരിച്ചു എങ്ങനെയായാലും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇവരും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് നമുക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും ഒന്നിലധികം ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ഒരു നിലയിലെത്തുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് എന്താ പറയുക കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പാരൻസിനോട് തന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഞാൻ പറഞ്ഞു, 12ാം ക്ലാസ് റിസൾട്ട് പറഞ്ഞു. എൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒരു സ്റ്റേജിലും എന്നോട് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഫോഴ്സ് ചെയ്തില്ല. അതായത് പഠിക്കേണ്ടെന്നല്ല, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷെ ഒരിക്കൽ പോലും എന്നെ ഫോഴ്സ് ചെയ്തില്ല, ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഞാൻ ചെയ്യുന്ന ഓരോ കോഴ്സിനും എന്നേക്കാൾ ചില സമയത്തൊക്കെ ടെൻഷൻ, ഇപ്പം എൻ്റെ ഉമ്മക്കൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ചില സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനകൾ, ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്ന അവരുടെ ഭാഗത്തു നിന്നാണ്. അല്ലെങ്കിലും ഏതൊരു കുട്ടിയുടെയും അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് തീരെ ലാഭേച്ഛയില്ലാതെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന പാരൻസിൻ്റെ ആയിരിക്കും. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോൾ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് അതിന്നുണ്ട്, വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കരിയർ നോക്കുമ്പോൾ ഇപ്പോൾ ടീച്ചിങ്ങിലൊക്കെ ഇപ്പോൾ എന്നെ സാലി സാർ എന്ന് പറഞ്ഞ ഒരാളാണ് ടീച്ചിങ്ങിലൊക്കെ എന്നെ ഇറക്കുന്നത്. സാലി സാറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നത് എനിക്ക് ടീച്ചിങ് ആവും എന്നുള്ളതൊക്കെ കാര്യം. അപ്പോൾ അത് എനിക്കൊരു എന്താ പറയുക എന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് പറയുമ്പോൾ ഇപ്പോൾ അതിനുശേഷം കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഭാര്യയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്നും ഈ ഒരു പ്രൊഫഷൻ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ നേരത്തെ ഇൻ ബിറ്റ്വീൻ മെൻഷൻ ചെയ്തിരുന്നു അബ്ദുൾ സാറിനെ കുറിച്ച്, സിബ്ലിങ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അബ്ദുൾ സാറിനെ ഞാൻ അതുപോലെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് സാറിനെ കുറിച്ച് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരുപാട് കുട്ടികളത് കാണുന്നു. അപ്പം നമ്മുടെ കുട്ടികൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും എന്തൊക്കെയോ കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുക. കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് അറിയുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അബ്ദുൾ സാറ് പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ CMA USA എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷനിലേക്ക് അബ്ദുൾ സാറിന് ആ ഐഡി കൊടുക്കുന്ന സാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു +2 കഴിഞ്ഞ കുട്ടി അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു ഒരു കുട്ടി ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം? അല്ല, ഇപ്പോൾ ഇന്നത്തെ ഒരു സിനാരിയോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്രൊഫഷൻ ചെയ്യുന്ന ഒരു സമയം നോക്കുകയാണെങ്കിൽ ഒരു ഫ്രഷർ എൻട്രി ഒരു കമ്പനിയിൽ നമ്മൾ ഫ്രഷായിട്ട് കയറുന്ന പ്രായം എന്ന് പറയുന്നത് 25 ഓക്കെയാണ്. അല്ലെങ്കിൽ 27 വരെ, എൻ്റെയൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ 27 ആൾക്കാർ ഫ്രഷറായിട്ട് കയറുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഫ്രഷർ എൻട്രിങ്ങിൻ്റെ ഏജ് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ 23 ആയിരുന്നു, ഇനിയിപ്പോൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇപ്പോൾ 21, 19 ആവും. കാരണം കുട്ടികൾ അത്രയും ഏർലി സ്റ്റേജിൽ ഇങ്ങനെ ഒരു മാർക്കറ്റബിൾ പ്രൊഡക്റ്റായി മാറുകയാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക ഡിഗ്രിയോ അല്ലെങ്കിൽ +2 അല്ല, അവർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ ക്വാളിഫിക്കേഷൻ അറ്റ് ദി ഏർലി സ്റ്റേജിൽ അവരെന്ത് ചെയ്യാണ്, സെക്യൂർ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ച് അധികം ആലോചിച്ച് കളയാൻ സമയമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിച്ചത്. പക്ഷേ അന്നൊരു പ്രശ്നമല്ലായിരുന്നു. കാരണം അന്ന് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂട്ടേ ഇത്തരം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിൽ ചില ആൾക്കാർക്കൊന്നും ഈ കോഴ്സ് എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ ഇന്ന് കുട്ടികൾക്കൊക്കെ വലിയ അഡ്വാൻസ് ആയിട്ട് കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാം. 10th അല്ലെങ്കിൽ 11th എത്തുമ്പോൾ തന്നെ ഈ കോഴ്സൊക്കെ അവർക്ക് പരിചയമാണ്. അപ്പോൾ 12th കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ ഈ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ ആൾക്കാർ നല്ല രീതിയിൽ വരും. ഇപ്പോൾ +2 ആലോചിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു 12th കഴിഞ്ഞാൽ ഒരു 19 അല്ലെങ്കിൽ 20th ഏജൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഒന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇനീഷ്യലി ആദ്യത്തെ 1-2 വർഷം അവരൊരു ഇൻറ്റേൺഷിപ്പ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. എന്തായാലും ഒരു 21st ഏജ് അല്ലെങ്കിൽ 22nd ഒരു ഗ്രാജുവേഷനൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴേക്ക് അവർക്ക് നല്ലൊരു എംപ്ലോയ്മെൻറ്റ് ഫേസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും നന്നായിട്ട് പോകുന്നുള്ളതാണ്. ഇപ്പോൾ പഴയ ആൾക്കാരെ പോലെ ഇപ്പോൾ ചില പാരൻസ് ഇപ്പോഴും അവരുടെ കുട്ടികൾ അവരുടെ പഴയ ചിന്താഗതിയിലാണ്
ഈ ഒരു കരിയറിലേക്കൊക്കെ എത്തിക്കുന്നത്. ഡിഗ്രി ഇല്ലാതെ എവിടെ എത്താനാ? ഡിഗ്രി വേണ്ടെന്നല്ല, ഡിഗ്രി വേണം, ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഡഡ് കോഴ്സ് നമ്മൾ ചെയ്താൽ മാത്രമേ ഇന്ന് കാര്യമുള്ളൂ. ഇപ്പം CMA കുറിച്ച് പറയുമ്പോൾ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് CMA എടുക്കാൻ നമുക്കറിയാം. കുറേ കുട്ടികളുടെ ഡൗട്ട് എന്തായിരിക്കും എന്നറിയോ? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസുകാർക്ക് പറ്റുമോ? ഇത് എപ്പോഴും കേൾക്കുന്ന ഡൗട്ടാണ്, പക്ഷെ നമ്മൾ എപ്പോഴും ഉത്തരം പറയുന്ന ഡൗട്ടാണ്. സാർ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെയായിരിക്കും ഇതിൽ കിടക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് കോഴ്സാണെങ്കിലും, ഇപ്പോൾ CMA ആയിക്കോട്ടെ, ACC ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, ദെൻ CMA US ആയിക്കോട്ടെ, ഏത് കോഴ്സ് നമ്മൾ നോക്കുമ്പോൾ +2 ആണ് ക്വാളിഫിക്കേഷൻ. ഇതിൽ ACC 10th കഴിഞ്ഞാൽ തന്നെ ചെയ്യാം. അപ്പോൾ ഈ +2 എന്നുള്ള ക്വാളിഫിക്കേഷൻ അവർ വെക്കുന്നത് +2ൽ നമ്മൾ നല്ല സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആവുക എന്നതൊന്നുമല്ല. ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ എല്ലാ കോഴ്സും +2നെ കാണുന്നുള്ളൂ. +2ന് നമ്മൾ എന്ത് പഠിച്ചാലും, അത് കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, അതൊന്നല്ല നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ +2 കൊമേഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് ആ ടേംസ് ഒക്കെ പരിചയമുണ്ടെന്നല്ലാതെ എല്ലാ കോഴ്സിലും, ഈ 4 കോഴ്സിലും അവർക്ക് വേണ്ട ബേസ് മുതൽ എൻഡ് വരെ ഈ കോഴ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ഇവിടെ ഒരു മാറ്ററേ അല്ല. ഇപ്പോൾ ഏത് കോഴ്സായാലും അക്കൗണ്ടൻസി ആണ് വേണ്ടതെങ്കിൽ അക്കൗണ്ട്സിൻ്റെ ബേസ് മുതൽ എൻഡ് വരെ ഉണ്ട്. ഇപ്പോൾ കോസ്റ്റിംഗ് വേണ്ടെങ്കിൽ കോസ്റ്റിങ്ങിൻ്റെ ബേസ് മുതൽ എൻഡ് വരെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ +2 എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ പോലെ പറയുന്നതെന്ന് മാത്രം. അതായത് ഒരു 0ൽ നിന്ന് തുടങ്ങാം. അതെ അതെ, കഴിഞ്ഞതൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഇനി ഒരു പുതിയ തുടക്കം. ഞാൻ അങ്ങനെ തുടങ്ങിയാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു വലിയ കാര്യമാണ്. കാരണം ചിലപ്പോൾ മാർക്ക് കുറഞ്ഞതിന് കാരണം ഉണ്ടാവും, ആ കാരണം ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ ആൾക്ക്. ഇല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളൊക്കെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. എല്ലാവരും ഇപ്പം നമ്മൾ സാധാരണ നോക്കുമ്പോൾ ബ്രെയിൻ പറയുമ്പോൾ ആവറേജ് ബ്രെയിൻ, ബിലോ ആവറേജ്, എബോ ആവറേജ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നടക്കും എന്തായാലും. അത് നമ്മളങ്ങോട്ട് ഇപ്പോൾ എനിക്കൊക്കെ തോന്നിയതാണ്. കാരണം ഞാൻ ഇപ്പോൾ +1 അക്കൗണ്ടൻസിക്ക് തോറ്റിട്ടുണ്ടായിരുന്നു. ഇന്നെൻ്റെ പേര് അക്കൗണ്ടൻ്റ് എന്നാണ്. അപ്പോൾ CMAയിൽ എല്ലാ സ്റ്റേജിലും നോക്കുമ്പോൾ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് എൻ്റെ ബ്രെയിൻ മാറ്റി വെക്കലൊന്നും നടന്നില്ല. അപ്പം അന്ന് വേണമെന്ന് വിചാരിച്ചു, അതിനു മുൻപ് വേണ്ടാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ആവശ്യം തോന്നിയില്ല, അത്രയേ ഉള്ളൂ. സാർ ഇപ്പം ഒരുപാട് കുട്ടികളെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ക്വാളിഫൈഡ് ആക്കി പഠിപ്പിച്ച് ആ ഒരു എക്സ്പീരിയൻസ് നിന്ന് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി പറയാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ പെട്ടെന്ന് പിക്ക് ചെയ്യുകയാണെങ്കിൽ ആരുടെ പേരായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക? എന്തായിരിക്കും ആ കുട്ടി അങ്ങനെ ഓർമ്മ വരാനുള്ള കാരണം? ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഫഷനിലെത്തിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ പഠിപ്പിച്ച പല കുട്ടികളും നമ്മളെക്കാൾ, ഇപ്പം നമ്മൾ വലിയ നിലയിലാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമ്മളെക്കാൾ നല്ല അച്ചീവ്മെൻറ്റ്സിലെത്തി ഇഷ്ടംപോലെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്ന കുറേ കുട്ടികളുണ്ട്. അതിലൊരാളെ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരാളെ ചോദിച്ചുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പറയുമ്പോൾ വൺ ഓഫ് ദി ഫേവറേറ്റ് എന്ന് പറയുന്നത് ജസീമാണ്. ജസീം എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ള ഒരു സ്റ്റുഡൻറ്റ്. ജസീം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അവന് ആദ്യം ഈ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വാർട്ടേഴ്സിലും 2 പേപ്പർ ചെയ്യും. എന്നിട്ട് എനിക്കൊന്ന് മൂന്നാമത്തെ 3rd ക്വാർട്ടറിലും കണ്ടാണ് ഞാൻ അവനെ പഠിപ്പിക്കുന്നത്. ACCയിൽ ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ ഓരോ ക്വാർട്ടറിലായിട്ട് 2 പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ പേപ്പർ എത്തിയപ്പോൾ PM എന്നുള്ള പേപ്പർ പൊതുവെ കുട്ടികൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, കുറച്ച് ടഫാണെന്നുള്ളത്. അത് അതിൻ്റെ റിസൾട്ട് പെർസെൻറ്റേജ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇവനെ ആരൊക്കെ പേടിപ്പിച്ചിട്ട് ഇവനെ ആ ഒരു അറ്റംപ്റ്റിൽ സിംഗിൾ പേപ്പർ എടുക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ 2 ക്വാർട്ടർ 2 പേപ്പർ വെച്ചിട്ട്, ദെൻ 3rd ക്വാർട്ടർ എൻ്റെ പേപ്പർ മാത്രം എടുത്തത്. പക്ഷേ എൻ്റെ പേപ്പറും കുറച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ റിഗ്രറ്റ് വരാണ്, ഇതിൻ്റെ കൂടെ ഒരു പേപ്പറും കൂടി ചെയ്യാമായിരുന്നു, കുറേ ഐഡിയൽ ടൈം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അവനോട് പറഞ്ഞു, നീ എന്തായാലും ഇതുവരെയുള്ള പേപ്പേഴ്സൊന്നും നീ ജസ്റ്റ് ക്വാളിഫൈ എന്നുള്ളത് അവൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ പേപ്പർ സിംഗിളായിട്ടല്ലേ ചെയ്യുന്നത്, എന്തായാലും റാങ്ക് വാങ്ങിക്കാൻ നോക്കുന്നു പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി റാങ്കൊന്നും കിട്ടിയില്ല. പക്ഷേങ്കിൽ ആ എൻ്റെ പേപ്പറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് പിന്നീട് എനിക്കൊന്ന് ഇവൻ ക്വാളിഫൈ ചെയ്യുന്നതിന് അടുപ്പിച്ചിട്ട് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവൻ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണ് കോഴ്സ് ചെയ്തിരുന്നത്. അപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് കോഴ്സ് ചെയ്യുന്നു. ഇതുകൂടാതെ അവൻ ഫിസിക്കലി ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തുന്നുണ്ട്. അതേപോലെ ഞാൻ പൊതുവേ ക്ലാസ്സിൽ അത്യാവശ്യം വർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതുവരെ എന്നോട് അവൻ എക്സ്ക്യൂസ് പറഞ്ഞിട്ടില്ല. സാധാരണ ഒരു ജോബിനൊക്കെ പോകുന്ന കുട്ടിക്ക് ഒരുപാട് എക്സ്ക്യൂസ് പറയാം, ഞാൻ ജോബ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ദെൻ ഞാൻ ക്വാളിഫൈ ചെയ്തതിന് ശേഷം അവനോട് സംസാരിച്ചു, നീ എന്താ ജോബിന് പോകാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കോഴ്സ് തീർക്കാനൊക്കെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, നമുക്കൊരു ക്വാർട്ടറിൽ 90 days ഉണ്ട്.
അപ്പോൾ ഈ 90 ഡേയ്സിൽ ഒരു പേപ്പറിന് ഓൺ ആൻ ആവറേജ് 30 to 35 ഡേയ്സ് ഇൻക്ലൂഡിങ് സ്റ്റഡി ലീവ്. അപ്പോൾ 70 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ 20 ഡേയ്സ് ബാക്കിയാണ്. അപ്പോൾ ഈ 20 ഡേയ്സ് ഞാൻ വോക്കിന് പോകും. അത് ചിലപ്പോൾ സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്, പാർട്ട് ടൈം ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ അതിൻ്റെ ഫീസ് കൊണ്ടാണ് എക്സാമിൻ്റെ ഫീസ് അടക്കുന്നത്, അതിൻ്റെ എമൗണ്ട് കൊണ്ടാണ് എക്സാമിൻ്റെ ഫീസ് അടക്കുന്നത്. അപ്പം അങ്ങനെ ഫീസ് അടക്കുമ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ വരുന്നത് ഈ പേപ്പർ തോറ്റാൽ ഞാൻ തന്നെ പൈസ കണ്ടെത്തണം. അപ്പം അങ്ങനെ ഒരു തോട്ടിൽ ഇവന് ഈ 90 ഡേയ്സും ഫുള്ളി പാക്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ അവനെ എനിക്കൊന്ന് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇൻറ്റേൺഷിപ്പ് എനിക്കൊന്ന് ചെറിയ എമൗണ്ടിന് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, 12,000 അങ്ങനെ എന്തോ തോന്നുന്നു. കാരണം ഇവൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 13 പേപ്പർ അല്ലെങ്കിൽ അന്ന് 14 പേപ്പർ ഉണ്ടെന്ന് സംശയമുണ്ട്. 14 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് വേഗം പുറത്തേക്ക് പോകാന്നുള്ളതായിരുന്നു പ്ലാന്. ബട്ട് അവനിക്ക് ഇവിടുന്ന് എന്തോ ഒരു ഇൻറ്റേൺഷിപ്പ് കോൾ വന്നപ്പോൾ അവനത് ഇൻ്റർവ്യൂ വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്തു, അതിൽ പ്ലേസ്ഡായി. എന്നിട്ട് അവൻ്റെ ഒരു ജേണി നോക്കുമ്പോൾ അതിനുശേഷം അവൻ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു, പിന്നെ ഒരു കമ്പനി മാറി. ദെൻ അതിൻ്റെ കൂടെ കുറച്ച് കാലം ക്ലാസ്സും പാർട്ട് ടൈമായിട്ട് ക്ലാസ്സും എടുത്തിരുന്നു. ദെൻ എനിക്കൊന്ന് ലാസ്റ്റ് ഇയറോ അതിന് മുൻപത്തെ വർഷം, ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു, അവന് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിച്ചു. അപ്പോൾ സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പ്രായത്തിലൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ലാസ്റ്റ് ഒക്ടോബറിലാണെന്ന് തോന്നുന്നു അവനിപ്പോൾ US വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ അവൻ്റെ അനിയത്തി CA പഠിക്കുന്നുണ്ട്, അവളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫാമിലിനെ എല്ലാവരും സെക്യൂർഡാക്കാൻ പറ്റി. ഇപ്പോൾ എനിക്കൊന്ന് ഒരു 27 അല്ലെങ്കിൽ 26 ഒക്കെ ഏജ് ഉണ്ടാവുക. അപ്പോൾ എനിക്കെപ്പോഴും ഒരു റെസ്പെക്റ്റ് തോന്നാറുണ്ട്, കാരണം അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് അവൻ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനെ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ഒരേ സമയം CMA ACCA ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു ജേണി. അപ്പം നമ്മളിതിന് മുൻപ് ചെയ്ത എപ്പിസോഡ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ കാണുമ്പം ഒന്ന് കോഴ്സിനെ കുറിച്ചുള്ള ഔട്ട്ലുക്ക് കിട്ടുന്നു, 2 ക്വാളിഫൈഡ് ആയ ഒരാൾ ഇത് പറയുന്ന സമയത്ത് ഓക്കെ ഞാൻ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക, ആ ചില മൊമെന്റുകൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന സ്റ്റോറിലൂടെയാണല്ലോ. സോ അതിനൊക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. സാറിൻ്റെ ഒരു വാല്യുബിൾ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്തതിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും ഒരു സെഷനിൽ കൂടി കാണാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അതുപോലെ നമ്മുടെ അജയ്, ജോയൽ ഇവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ്, ക്യാമറ ഹാൻഡിൽ ചെയ്തവർ. എന്തായാലും എന്നെ സംബന്ധിച്ചും വളരെ ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു ഇത്. ഓക്കെ, അത് ഒരു അഡീഷണൽ എന്താ പറയുക അപ്രിഷിയേഷൻ ആയിട്ട് എടുക്കുകയാണ്. സോ നമ്മുടെ ഇൻ്റർവ്യൂ എത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.